ഒരുപാട് സമയം എടുത്ത് പഠിച്ചാലും എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ചില സമയത്ത് കിട്ടാറില്ല. ഇവിടെയുള്ള പ്രശ്നം നിങ്ങൾ പഠിക്കുന്ന ഒരു സമയത്തിന്റെ ഇതിലല്ല, മറിച്ച് നിങ്ങൾ പഠിക്കുന്ന ഒരു രീതിയിലാണ്. അത് നിങ്ങൾ മാറ്റണം. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന 5 സിമ്പിൾ സ്റ്റഡി ടിപ്സ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ മികച്ച നിലവാരം പുലർത്താനായിട്ട് കഴിയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ഡെസ്റ്റിനേഷൻ. ടിപ്പ് നമ്പർ 1, സെറ്റ് സ്മോൾ ഗോൾസ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അതായത് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് പഠിക്കാതിരിക്കുക, ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാനൊരു 10 പേജ് പഠിച്ചെടുക്കും, അല്ലെങ്കിൽ ഒരു 5 പേജ് പഠിച്ചെടുക്കും എന്ന് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. ആ ലക്ഷ്യം ആ ഒരു ദിവസം പൂർത്തിയാക്കി എടുക്കണം. അതൊരിക്കലും പിറ്റത്തെ ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. അത് കൺസിസ്റ്റന്റ് ആയി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. സെക്കൻഡ് 1, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഫോണ്, സോഷ്യൽ മീഡിയ ഇവയെല്ലാം നമ്മളെ പഠനത്തെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ബാധിക്കുന്ന 2 സാധനങ്ങളാണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയെ നിങ്ങൾ വേണം നിയന്ത്രിക്കാൻ. ഒരിക്കലും സോഷ്യൽ മീഡിയയും ഫോണും നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവില്ല. അത് പിന്നീട് സോഷ്യൽ മീഡിയയിലേക്കും അതുപോലെ റീൽസ് സ്ക്രോളിങ്ങിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ പഠിക്കുന്ന സമയത്ത് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വളരെ നല്ലൊരു ഉപകരണമാണ് പഠനത്തിന് വേണ്ടിയിട്ടുള്ളത്. അതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും മാറ്റിവെക്കുക, നിങ്ങളതിനെ അവോയ്ഡ് ചെയ്യുക. ടിപ്പ് നമ്പർ 3, ഫോളോ പൊമഡോറോ ടെക്നിക്. ഇത് നിങ്ങളുടെ പഠനം ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 25 മിനിറ്റ്സ് നിങ്ങളെ ശ്രദ്ധിച്ച് പഠിക്കുക, നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ ഒരു 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. അത് നിങ്ങളുടെ തലച്ചോറിനെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനും ഒന്ന് റിലാക്സ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നിങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കയറും, നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയും. ഇത് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ്, ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 3, സ്റ്റേ കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് ആവുക എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ദിവസം തന്നെ ഇരുന്നിട്ട് 5-10 മണിക്കൂറും തുടർച്ചയായിട്ട് പഠിച്ച് പിന്നെ കുറച്ച് ദിവസം ഒന്നും ചെയ്യാതെ ഒന്നും പഠിക്കാതെ ഇരുന്നിട്ട് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പഠിക്കുന്ന കാര്യം അതെത്ര ചെറുതാണെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്കതിലൊരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. ടിപ്പ് നമ്പർ 5, സെറ്റ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പഠിക്കുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മളുടെ മുന്നിലുള്ള ഓരോ ദിവസവും, നമ്മുടെ മുന്നിലുള്ള ഓരോ സെക്കൻഡും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട സമയം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല. സോ ഈ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്, നമുക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതൊരിക്കലും ഒരു ഭാരമായിട്ട് കാണാതെ ഭാവിയിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ കാണുക. അപ്പൊ നിങ്ങൾക്കത് ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നില്ല, നിങ്ങൾക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയുള്ളൂ. സോ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി പഠിക്കാനിരിക്കുക. ഒരിക്കലും ഇനിയിപ്പോൾ ഇത് പഠിക്കണല്ലോ, ഇനിയിപ്പോൾ ഇത് ചെയ്യണല്ലോ എന്നൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും പഠിക്കാനായിട്ട് ഇരിക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 5 ടിപ്സും വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ബട്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.